അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതാ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചോറിനും ബീഫിനും ഇതേ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. നെയ്യും എണ്ണയും ഒന്ന് ചൂടാവണം. അപ്പൊ ആ നെയ്യും എണ്ണയും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് കശുവണ്ടിയൊക്കെ നിറമൊക്കെ മാറി വരണം. നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വരുന്ന എണ്ണയിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ സവാള ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ സവാള ഫ്രൈ ചെയ്തെടുത്തതും മാറ്റി വെക്കാം. ഇനി ബാക്കി വരുന്ന എണ്ണയിൽ നിന്നും പകുതി എണ്ണ നമുക്ക് എടുത്ത് മാറ്റാം. പകുതി എണ്ണ നമ്മൾ റൈസ് വെക്കാനാണ് എടുക്കുന്നത്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 20 വെളുത്തുള്ളി അല്ലികളാണ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 5 പച്ചമുളക് ചതച്ചത് ചേർക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡറാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയിൽ നിന്നും കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച എണ്ണ ഒരു 1/4 കപ്പാടെ അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കാം. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീരാണ്, ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈവച്ച് ഒന്ന് ഞെരടിയെടുക്കാം. അപ്പൊ അത് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വെള്ളത്തിലിട്ട് ബീഫ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലഡൊക്കെ പോയി നല്ല വെള്ള കളറിലായി കിട്ടും. വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ബീഫ് എടുക്കാൻ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ബീഫിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. മൂടി വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ഏലക്ക, 7 ഗ്രാമ്പു, 4 കഷ്ണം ചെറിയ കഷ്ണം കറുകപ്പട്ട, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സാജീരകം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ബേ ലീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണമെങ്കിലും ഇടാം, മുഴുവനെ വേണമെങ്കിലും ഇടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ 4.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതി, കൂടി പോകരുത്. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. വെള്ളം നമ്മൾ രുചിച്ച് നോക്കുന്ന സമയത്ത് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, വെള്ളത്തിനേക്കാളും ഉപ്പ് മുന്നോട്ട് നിൽക്കണം. 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക.
നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത ബസ്മതി റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിപ്പയിലിട്ട് വെള്ളം തോർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി റൈസ് 1/4 ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഇത് ഈ വെള്ളം അങ്ങ് വറ്റി വന്നോളും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. ഒരു കുറിയ പരുവത്തിൽ വേണം ഈ ഗ്രേവി ഉണ്ടായിരിക്കാൻ. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോരുത്. കുറച്ചൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് കുറുകി ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുത്താൽ മതി, പ്രസ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും, വീണ്ടും റൈസ് ഇടാം. ഒന്ന് ഇതുപോലെ നിരത്തി കൊടുത്താൽ മതി, പ്രസ് ചെയ്യരുത്. വീണ്ടും കുറച്ച് പുതിനയില, മല്ലിയില, കുറച്ച് കശുവണ്ടി, ഉണക്കമുന്തിരി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള മൂപ്പിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് റൈസേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് സവാള മൂപ്പിച്ചത്, കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർക്കാം. അപ്പോൾ കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്യാൻ. ഒരു 15 മിനിറ്റ് ആവുന്ന സമയത്ത് പ്രഷർ കുക്കറിന്റെ ആ വെയിറ്റ് ഇടുന്ന ഭാഗത്ത് നിന്നും ആ ഹോളിൽ കൂടെ ഒരു ആവി വരും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പം നമ്മൾ ഇത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് റൈസൊക്കെ അധികം വെന്ത് പോവാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് കുക്കറിൽ വെച്ച് ദം ചെയ്തെടുക്കുന്ന ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ രീതിയിൽ ദം ചെയ്തെടുക്കുന്ന ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്